Hi friends, welcome to Garam Masala, the magic spices of cooking. മത്തങ്ങ തുവരപ്പരിപ്പ് എരിശ്ശേരി. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന മത്തങ്ങ തുവരപ്പരിപ്പ് എരിശ്ശേരി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ: തുവരപ്പരിപ്പ് 1/2 കപ്പ്, മത്തങ്ങ 1/2 കപ്പ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ്, വെള്ളം, കറിവേപ്പില. അരപ്പിന് വേണ്ട ചേരുവകൾ: തേങ്ങ 1 കപ്പ്, ചെറിയ ഉള്ളി 2 എണ്ണം, ജീരകം 1/2 ടീസ്പൂൺ. വറവിന് വേണ്ട ചേരുവകൾ: വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, വറ്റൽ മുളക് 3 എണ്ണം, കറിവേപ്പില. ആദ്യം നമുക്ക് തുവരപ്പരിപ്പിനെ വേവിച്ചെടുക്കണം. പരിപ്പിനെ നമുക്ക് ഒരു മൺചട്ടിയിലോട്ട് എടുക്കാം. ഇതിലോട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇവ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലോട്ട് നമുക്ക് കറിവേപ്പില ചേർക്കാം. 2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായി വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വെന്തു വരുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. തേങ്ങ, ചെറിയ ഉള്ളി, ചെറിയ ജീരകം ഇവ ഒരൽപ്പം വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് വെന്തു വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലോട്ട് ചെറുതായി മുറിച്ചു വെച്ചിട്ടുള്ള മത്തൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഇതിലോട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ മത്തനും കുക്കായി വന്നിട്ടുണ്ട്. ഈ മത്തനെ നന്നായി ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ചേർക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ തിളപ്പിച്ചെടുക്കാം. നമ്മുടെ എരിശ്ശേരി തിളച്ചു വന്നിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തതായി നമുക്ക് വറവ് തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കണം. ഇതിലോട്ട് കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. അടുത്തതായി വറ്റൽ മുളക്, കറിവേപ്പില ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എരിശ്ശേരിയിലോട്ട് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡെലീഷ്യസ് തുവരപ്പരിപ്പ് മത്തങ്ങ എരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം. താങ്ക് യു.